പേരും പേരും അറിയാത്ത നിന്നെ ഞാൻ വിശ്വസിച്ചു. ഈ വീടിന്റെ എന്റെ മനസ്സിന്റെ വാതിൽ പോലും ഞാൻ നിനക്ക് വേണ്ടി തുറന്നിട്ടു. എന്നിട്ട് നീ എന്നെ വഞ്ചിച്ചാൽ എനിക്ക് വിഷമമില്ല. ഞാനൊരു വ്യക്തി മാത്രമാണ്. പക്ഷേ നീ വഞ്ചിച്ചത് ഈ നാടിനെയാണ്. The soldier in me will never tolerate it. നിന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം പറ, എന്താ നിന്റെ ദൗത്യം? എത്ര ലക്ഷം രൂപ പ്രതിഫലം കിട്ടി ഈ നാടിനെ ഒറ്റിക്കൊടുത്തതിന്? പിന്നെ നിനക്കെന്താ ഈ ഡോക്യുമെന്റ്സ്? നിന്റെ മറ്റവനൊക്കെ നിന്റെ പ്രതികാരം തീർക്കാനോ? അല്ല. പിന്നെ എന്തിന് പറയടി വാതർണം? എന്റെ കുഞ്ഞിന് വേണ്ടി. അവര് ചോദിച്ച ഡോക്യുമെന്റ്സ് കൊടുത്തില്ലെങ്കിൽ അവരെന്റെ കുഞ്ഞിനെ. അവരാര്? മൻസൂറിന്റെ സംഘത്തിൽപ്പെട്ടവരാണോ? അതെ സർ. മൻസൂർ മരിച്ചതിന് ശേഷമാണ് അയാൾക്ക് അങ്ങനെ ഒരു സംഘടനയുമായി ബന്ധമുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത്. മൻസൂറിന്റെ മരണത്തിന് ശേഷം ഒരു ദിവസം മൻസൂറിന്റെ കൂട്ടുകാരനായ സലീം എന്നെ കാണാൻ വന്നു. സാറിന്റെ ഫോട്ടോ കാണിച്ചു. അവരാവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് സാറിന്റെ പക്കൽ നിന്നും കൈക്കലാക്കി ഞാൻ അവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നിട്ടും നീ എന്തുകൊണ്ട് സത്യം എന്നോട് തുറന്നു പറഞ്ഞില്ല? എന്നെ കുറിച്ച് നേരിയ സംശയം ഉണ്ടായാൽ പോലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗം എനിക്കില്ല സർ. എവിടെയാണ് നിന്റെ കുഞ്ഞ്? ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നിന്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കാം. സാധിക്കില്ല സർ. 10-50 പേര് നിറത്തോക്കുമായി അവളുടെ ചുറ്റിലുണ്ട്. അങ്ങനെന്നല്ല, ആർക്കും അവളെ രക്ഷിക്കാനാവില്ല. അവൾക്ക് ന്യൂമോണിയാണ് സർ. ഇതുവരെ അവൾക്ക് മരുന്നൊന്നും അവര് കൊടുത്തിട്ടില്ല. ഭർത്താവ് മരിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നെ വേണ്ട. എന്നിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് സർ. സർ, എനിക്കെന്റെ കുഞ്ഞിനെ രക്ഷിക്കണം സർ. അവളില്ലാതെ ഞാൻ ജീവിക്കില്ല സർ. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. ഏതമ്മയ്ക്കും തന്റെ കുഞ്ഞിന്റെ ജീവനേക്കാൾ വലുതായി യാതൊന്നുമില്ല. നിന്റെ സ്വാർത്ഥത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല.